ഈ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു നമ്മുടെ ധനീഷ ഈ ഭാഗത്ത് നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം നിന്ന് പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ ഒരു നല്ല ഇൻട്രഡക്ഷൻ നമ്മുടെ വലിയ നോമ്പിൻ്റെ നമസ്കാരത്തിൽ നൽകുകയുണ്ടായി. അതുമായിട്ട് ചേർന്ന് ചില ഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗത്തെ നമ്മൾ പഠിക്കുമ്പോൾ പല പശ്ചാത്തലങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. നോട്ട് ഓൺലി ദ ടെക്സ്റ്റ് ദാറ്റ് വി ലുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ ഒരു തിയോളജിക്കൽ ശൈലി മാത്രമല്ല, പലപ്പോഴും പല കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ധ്യാനിക്കാറുണ്ട്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ലിറ്റററി കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ലിറ്ററേച്ചർ നറേറ്റീവ് എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊരു നറേറ്റീവ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് അത് റിംഗ് സ്റ്റോറീസോ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒന്നോട് കണക്ട് ചെയ്തിട്ടുള്ള കഥകളിലൂടെ ദ ഹോൾ സ്റ്റോറി ഓഫ് മാർക്ക് ഈസ് ലൈക്ക് ദാറ്റ്. നമുക്കിപ്പോൾ അത് ഒത്തിരി പറയാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് എന്താണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ സ്റ്റോറീസ് എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത് എന്ന് പറയാനായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വി സി അവൻ കഫർനഹൂമിലേക്ക് പോയി ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അപ്പോൾ കർത്താവ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? കഫർനഹൂമാണ്. ഈ കഫർനഹൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സ്റ്റോറീസ്, പല സംഭവങ്ങൾ, പല ഹീലിംഗ് മിറക്കിൾസ് ഒക്കെ നമുക്കവിടെ കൃത്യമായിട്ട് വായിക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നുണ്ട്. അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു കുറേ അധികമുള്ള മിറക്കിൾ സ്റ്റോറീസിലൂടെ മർക്കോസ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു മണവാളനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ്, എന്നാൽ യേശു കർത്താവ് അവിടെ പറയുന്നു ഞാൻ പോയതിനു ശേഷം പിന്നീട് എന്ത് ചെയ്യും? ഈ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. ഞാനിതൊന്ന് വായിച്ചപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി, അല്ലേ? അപ്പം കർത്താവ് പറയുകയാണ്, ഇപ്പം കർത്താവിനെ ഉപവസിക്കുക അല്ലെങ്കിൽ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ കുറിച്ച് പരാതിപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, ഇപ്പോൾ ആരുണ്ട്? മണവാളൻ, അല്ലേ? ബ്രൈഡ് ഗ്രൂം ഈസ് വിത്ത് ദം, അവരോട് കൂടെ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അവർക്കൊരു റിലാക്സേഷൻ കൊടുത്തേക്കുക. ഇപ്പം അവരെന്ത് ചെയ്യണ്ട? ഉപവസിക്കണ്ട. പക്ഷേ ബ്രൈഡ് ഗ്രൂം ഇല്ലാത്തൊരു ദിവസം വരും, ഞാൻ വിട്ടുപിരിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും, അന്ന് അവർ ഉപവസിക്കും. അപ്പോൾ വലിയ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ ചർച്ച് ഈ ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ ചുമ്മാതങ്ങനെ പോവുകയല്ല. ചില ആളുകൾ ചോദിക്കുന്നതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പറയാണ് ബ്രൈഡ് ഗ്രൂം, അല്ലേ? ദ ബ്രൈഡ് വിൽ ടേക്ക് ഫാസ്റ്റിംഗ്, അല്ലെ? വിൽ ഫാസ്റ്റ്. എന്തിനു വേണ്ടിയാണ് ഫാസ്റ്റ് ചെയ്യുന്നത്? ഈ കർത്താവിനോടുള്ള സഹിത്വത്തിൻ്റെ ഒരു സൂചനയായി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു ഭവനത്തിൽ വെച്ചിട്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതെങ്കിലും കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ കണ്ടത് പള്ളിയിൽ ചെന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഹി ഈസ് മൂവിങ് ഫ്രം ഹൗസ് ടു സിനഗോഗ്, അല്ലേ? സിനഗോഗിൽ വെച്ചിട്ടാണ് ഈ ശുശ്രൂഷയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത്. അപ്പോൾ സിനഗോഗിൽ വെച്ചിട്ടുള്ള യേശു കർത്താവിൻ്റെ സൗഖ്യമാക്കൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയാണ്. ഈ രണ്ടിടത്തും ചില കോമണാലിറ്റീസ് ഒക്കെ ഉണ്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ നമുക്ക് അവിടേക്കൊന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ സുവിശേഷം ഇപ്രകാരം രേഖപ്പെടുത്തുന്ന സമയമായപ്പോഴത്തേക്ക് എന്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്? ചർച്ച്, സഭ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. സഭ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഭവനങ്ങളിലെ ആരാധനകളുടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഭവനാരാധനകളും കൂട്ടായ്മകളും ഒക്കെ, ഹൗസ് ചർച്ചസ് ഒക്കെ ആരംഭിച്ച് സഭ അത്തരമൊരു ആരാധനാനുഭവത്തിൻ്റെ ഭാഗമായി നിൽക്കപ്പെടുമ്പോൾ ആ സഭയ്ക്ക് ആരാധനാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനും ധ്യാനിക്കുവാനും കഴിയുന്ന തരത്തിൽ യേശു കർത്താവ് കഫർനഹൂമിലെ ഒരു ഭവനത്തിലുണ്ടായിരുന്ന കഥ പറഞ്ഞുകൊണ്ട്, സംഭവം പറഞ്ഞുകൊണ്ട് ഇതാ മർക്കോസ് നമുക്ക് വിവരിച്ചു തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ടു ബി എ ചർച്ച്,
ഒരു ദേവാലയം എങ്ങനെയായിരിക്കണം? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കിന്നിങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും, ഈ ഭവനം എങ്ങനെയായിരിക്കണം? അതിൻ്റെ ഒന്നാമത്തെ തലക്കെട്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രം ഹോംസ് ടു ഹോളി ഗ്രൗണ്ട്. ഭവനത്തിൽ നിന്ന് വിശുദ്ധിയുടെ ഭൂമികയിലേക്ക്. ഇതാ, 4 ആൾ ചുമന്ന കഫർന്നഹൂമിലെ ഒരു ഭവനത്തിൽ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഇതാ ഒരു പക്ഷവാത രോഗിയെ കൊണ്ടുവരുന്നതായ കാഴ്ച നമ്മൾ കാണുമ്പോൾ നമ്മളിവിടെ കാണുകയാണ്, ഈ ഭവനമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹൗസ് ബട്ട് ഇറ്റ് ബിക്കംസ് എ ചർച്ച്. വേദപുസ്തക തിയോളജിയൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പേര് ഞാൻ മറന്നുപോയി. Wherever Jesus is there, it is a church. എവിടെയാണ് കർത്താവ് നിൽക്കുന്നുണ്ടോ, നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് എന്താണ്? ഒരു സഭയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട്. അത് ഈ ദേവാലയത്തിലുമുണ്ട്, ഭവനത്തിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തുന്നിടത്തുണ്ട്, വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോഴുണ്ട്, നമ്മൾ ബുധനാഴ്ച സീനിയർ സിറ്റിസണായി കൂടുമ്പോഴുണ്ട്, യോമ്പിന്റെ പ്രാർത്ഥനകളായി നമ്മൾ കൂടുമ്പോഴുണ്ട്. എവിടെ നമ്മൾ കൂടി വന്നാലും അവിടെ ആരുണ്ട്? കർത്താവുണ്ട്. ആ കർത്താവ് ഉള്ളത് കൊണ്ട് അതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ്. അതൊരു വെറുമൊരു ഇടമല്ല, വെറുമൊരു സ്ഥലമല്ല. എവിടെ കർത്താവുണ്ടോ, കർത്താവുള്ള ഇടം എന്താണ്? ആരാധനയുടെ ആലയമാണ്, പള്ളിയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഈ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു ദേവാലയത്തിന്റെ എല്ലാ ദർശനങ്ങളും നമുക്ക് കാണാം. The symbols of a church. What are the things that is happening in a church? The same thing that we can see there in the house of this person. ആരാന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് ഒറ്റ കാര്യം അറിയാം, അവൻ്റെ വീട് ഇത്രയും ഫേമസ് ആകാൻ കാരണം ഈ വീട്ടിൽ ഇന്ന് ആരുണ്ട്? യേശു കർത്താവ് ഉണ്ട്. ആ വീടിൻ്റെ പ്രത്യേകത, അവിടെ എന്തുണ്ട്? There is a crowd. അവിടെ കർത്താവുണ്ട്, പിന്നെന്തോ ഉണ്ട്? ആൾക്കൂട്ടമുണ്ട്. അവിടെ പല രോഗികൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കാണുന്നത് അല്ലേ? പലരും അവിടെ വന്നിട്ടുണ്ട്. ഇരിക്കാൻ അല്ലെങ്കിൽ നിൽക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ഇത്രയും ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരിടമായി അവിടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദേവാലയമാണ്, ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടമാണ്. പല കാര്യങ്ങളും നമ്മൾ അവിടേക്ക് പിന്നീട് നമുക്ക് വരാനായിട്ട് ശ്രമിക്കാം. എന്നാൽ നമ്മളവിടെ കാണുന്ന ഒരു കാര്യം, കർത്താവ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കർത്താവ് അവരോട് തിരുവചനം പ്രസ്താവിച്ചു. സോ വർഷിപ്പ്, ആരാധനയുടെ ഇടമെന്ന് പറയുന്നത് വെറുതെ കൂടി വരുന്ന ഒരു സ്ഥലമല്ല, വെറുതെ കൂടി വന്ന് മടങ്ങിപ്പോകുന്ന ഒരിടമല്ല, മറിച്ച് അവിടെ ദൈവവചനത്തിന്റെ പ്രഘോഷണം നടക്കുന്ന ഒരിടമാണ്. പ്രീച്ചിങ്. കർത്താവ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീച്ച് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളിവിടെ കാണുന്നു, ഹി ഹീൽസ്, അവൻ സൗഖ്യമാക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മളിവിടെ കാണുന്നു, ഹി ഫോർഗീവ്സ്, അല്ലേ? അവൻ പാപത്തെ ക്ഷമിക്കുന്നു, പാപത്തിന്റെ മോചനം നടക്കുന്ന ഇടമായി നമ്മൾ കാണുന്നുണ്ട്. Here we see 4 people as a sign of the fellowship. അപ്പോൾ ദേവാലയം എന്ന് പറയുന്നത്, ഇതാ ആരാധനയുടെ ഇടമെന്ന് പറയുന്നത് തിരുവചന ധ്യാനത്തിന്റെ ഇടങ്ങളാണ്, സൗഖ്യത്തിന്റെ ഇടങ്ങളാണ്, ദൈവത്തിൽ നിന്ന് പാപത്തിന്റെ ക്ഷമ പ്രാപിക്കുന്ന ഇടമാണ്, പാപത്തെ ക്ഷമിക്കപ്പെടുന്ന ഇടമാണ്, നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഇടമാണ്, കൂട്ടായ്മയുടെ ഇടമായി നമുക്ക് ഈ ഇടത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധ്യമായിട്ട് തീരണം. പക്ഷേ ഈ ആലയത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഈ കഫർന്നഹൂമിലെ ഈ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദോ എ മാൻ വിത്ത് പാരാലിസിസ് അവിടെ വരികയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? നോബഡി മൂവ്സ് ഫ്രം ദെയർ, ബിക്കോസ് അവരെല്ലാവരും അത്രമാത്രം ആവശ്യക്കാരായിരിക്കാം. ഈ മനുഷ്യന് കടന്നു പോകാൻ ഒരിടം കൊടുക്കുന്നില്ല, ഈ മനുഷ്യന് കയറിപ്പോകാൻ ഒരിടമില്ല. അവിടെ ഇടമില്ലാത്തത് കൊണ്ട് ചില മാർഗങ്ങൾ കണ്ടെത്തുന്നതാണ് നമുക്കവിടേക്ക് വരാനായിട്ട് സാധ്യമായിട്ട് തീരും. അപ്പോൾ ഈ ആലയത്തിൻ്റെ ഒരു പരിമിതി, ഒരു പോരായ്മ, അതാകേണ്ടതുപോലെ ആയിത്തീരാൻ ഇപ്പോൾ സാധിക്കാത്തത്, ഇറ്റ് ഈസ് നോട്ട് എ വെൽക്കമിംഗ് പ്ലേസ് ആസ് the worshippers or the people who are gathered here is not considering a person who is having some problem. ചില പ്രശ്നമുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല.
നമ്മുടെ പള്ളിയിൽ വന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അല്ലേ ഇത്രയും പേര് വന്നിട്ടുണ്ട്, ഇരിക്കാനൊക്കെ നമുക്ക് എന്തോ ഉണ്ട്, ആര് വന്നാലും സ്ഥലമുണ്ട്. എന്നാൽ ശാരീരിക പ്രയാസം അനുഭവിച്ച ഒരു പെൺകുട്ടി ഒരു ദിവസം എന്നോടൊരു സങ്കടം പറഞ്ഞു. എനിക്ക് പള്ളി വന്ന് ഫ്രണ്ടിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, വിശുദ്ധ കുർബാന മുമ്പിൽ വന്ന് നിന്ന് കൈക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരിക്കൽ ഞാൻ അവിടേക്ക് വന്നിരുന്നപ്പോൾ വേദന നിറഞ്ഞ ചില അനുഭവങ്ങൾ ഉണ്ടായി. നമ്മളൊക്കെ ആത്മീയരാണ്. നമ്മളൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ പലപ്പോഴും മറ്റു പലരുടെയും ജീവിതത്തിന്റെ നൊമ്പരങ്ങളും അതിൻ്റെ തീവ്രതകളും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും ഉൾക്കൊള്ളേണ്ടുന്നവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ല. ഒരുക്കേണ്ടുന്ന ഇടങ്ങൾ ഒരുക്കേണ്ടതുപോലെ ഒരുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്കറിയാം, ഒത്തിരി വൈവിധ്യങ്ങളുള്ള ഒരു ആരാധനയുടെ ഇടമാണ്. എൻ്റെ ഒരു പോയിന്റ് കൊണ്ട് തന്നെ ഇന്ന് തീർന്നു തോന്നുന്നു സമയം. ഒത്തിരി വൈവിധ്യങ്ങളുണ്ട്. എന്തെല്ലാം വൈവിധ്യങ്ങളാണ്. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ 20% പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുന്നു. ഹൗ മച്ച് ദേ ആർ ഇൻക്ലൂഡിങ് യസ്, ദേ ആർ ഇൻക്ലൂസീവ് ടു അസ്. അവരുടെ അപ്പൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും അപ്പച്ചൻ്റെ കൂടെയും അമ്മച്ചിയുടെ കൂടെയും ഒക്കെ ആരാധിക്കാൻ അവരിങ്ങനെ വന്ന് ഇന്ന് ഈ ആലയത്തിൽ നമ്മോട് കൂടെ ആരാധനയ്ക്ക് ഇരിക്കുക. അതുകൊണ്ടാണ് ഇത്രയും പേര് ഉണ്ടാകുന്നത്. ഇടയ്ക്ക് എനിക്ക് അവിടെ നിന്നൊക്കെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ കാണുന്നുമുണ്ട്. അപ്പോൾ അത് നടക്കുക അല്ലേ. അപ്പോൾ ഞാനിത് പറയുക, ഹൗ മച്ച് ഓഫ് അസ് ഓണർ ദീസ് പീപ്പിൾ. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എത്രമാത്രം മാനിക്കുന്നുണ്ട്, എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, നമ്മുടെ തുറന്ന മനസ്സോടെ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞാനിന്ന് ഈ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വായിച്ച ഒരു ഡിവോഷനിൽ അതിൻ്റെ ഡിവോഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു കമൻട്രിയിൽ 2 എക്സ്പീരിയൻസ് പറയുന്ന ഒരു പള്ളിയെക്കുറിച്ച് പറയുകയാണ്. ആ പള്ളിയിൽ ചലഞ്ചഡ് ആയ ഒരു കുട്ടിയുണ്ട്. വൺ ചൈൽഡ് ഹു ഈസ് ചലഞ്ച്. ആ പള്ളിയുടെ സൺഡേ സ്കൂളിൽ ആ ചലഞ്ചഡ് ആയ കുട്ടിക്ക് വേണ്ടി ഒരു സൺഡേ സ്കൂൾ ക്ലാസ് ഉണ്ട്. ആ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു അധ്യാപികയുണ്ട്. ചർച്ച് ഈസ് ഇൻക്ലൂസീവ്. ന്യൂയോർക്കിലെ ഒരു പള്ളിയെ കുറിച്ച് പറഞ്ഞു. ആ പള്ളിയുടെ വാതിലിൽ ഹോംലെസ് ആയ കുറച്ച് ആളുകൾ വന്ന് കിടക്കും സ്റ്റെപ്പിൽ. പള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഓർമ്മയ്ക്ക് ഇത്തിരി കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഹോംലെസ് ആയ ചില ആൾക്കാർ കിടക്കുന്നത് കണ്ട് സിറ്റി പള്ളിയോട് പറഞ്ഞു, ഡു നോട്ട് അലോ ദിസ് പീപ്പിൾ ഹിയർ. ഈ ആൾക്കാരെ ഇവിടെ അനുവദിക്കരുത്. ഞാൻ വായിച്ചത്, ആ ഓർഡർ ഇട്ട നിയമത്തിനെതിരെ പള്ളി കേസിന് പോയി. എന്തിനു വേണ്ടിയിട്ടാ? ഹോംലെസ് ആയ ആളുകൾ ഇവിടെ കിടക്കരുതെന്ന്, ഇവിടെ കിടക്കാൻ അനുവദിക്കരുതെന്ന് സിറ്റി ഓർഡർ ഇടുമ്പോൾ സിറ്റിയുടെ ഓർഡറിനെതിരെ പള്ളി ഇതാ പോവുകയാണ്. എന്തിനു പോവുകയാ? കേസിന് പോവുകയാ. എന്തിനു വേണ്ടി? ടു അക്കോമഡേറ്റ് ദീസ് പീപ്പിൾ there because they say they do not have a place to go. Let them sleep there in the night. ശരിയാവാം, തെറ്റാവാം. പക്ഷേ ഒരു ദേവാലയത്തിൻ്റെ മനോഭാവം പറയുക. ഞാനിത് പറയുമ്പോൾ, ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരാളിനെ ഓർമ്മ വന്നു. ഞാൻ ആദ്യം ശുശ്രൂഷ ചെയ്ത ഇടവകയിൽ എൻ്റെ പള്ളിയുടെ വാതുക്കൽ അല്പം മാനസിക പ്രയാസമൊക്കെ ഉണ്ട്, അല്പം ഡ്രഗ് അഡിക്റ്റാണ് എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. അറിയത്തില്ല. എന്തായാലും പള്ളിയുടെ വാതുക്കൽ നിന്ന് സിഗരറ്റൊക്കെ വലിക്കാറുണ്ട് ഇടയ്ക്ക്. എന്നെ കണ്ട് വലിക്കാറില്ലെങ്കിലും കുറ്റിയൊക്കെ അവിടെ കിടക്കുന്നതും മണമൊക്കെ അടിക്കുന്നതും കാണും. പക്ഷേ ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് റഹീം എന്നാണ്, ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ കിടക്കുക. എന്നോട് പല ആളുകളും പരാതി പറയാറുണ്ട്, ഈ റഹീമിനെ ഇവിടുന്ന് മാറ്റണം. ഞാനെന്നാൽ മാറ്റാനായിട്ട് പോയില്ല. അതിന് കാരണമുണ്ട്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും സുബി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ റഹീം ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കും.
ചില രാത്രികളിലൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്, സുബി മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഹീസ് വെരി മച്ച് ആ കാര്യത്തെ ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും അവിടേക്ക് വന്നാൽ അകത്തേക്ക് കടത്തിവിടാൻ പറ്റുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകാതെ he won't allow. So the 3 years when he was there, I was feeling a sort of security in my ministry. കാരണം എന്താ? അയാൾ അവിടെ കിടക്കുന്നത് കൊണ്ട് I feel my partner is safe there. So ലോകത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: how much a church has to be inclusive. Here the Capernaum church has Jesus inside. There is worship, preaching, healing, forgiveness. But at the same time we see certain people that they are not ready to accommodate a person who is in their need in their midst. അവരുടെ മധ്യത്തിൽ ഒരു മനുഷ്യനെ, ഒരു ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ഇതാ ആ ഇടം അവിടെ മാറുകയാണ്. മറ്റൊരു കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഇച്ചിരി കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത്. യേശു കർത്താവ് അവിടെ പാപമോചനമൊക്കെ കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആരോട് ചോദിച്ചു? ആരോടാ ചോദിച്ചേ? പറ, എന്താ പറ്റി? സങ്കടം വന്നു? എന്താ പറ്റി? ആരോടാ ചോദിച്ചേ? അവര് യേശുവിനോട് ഒന്നും ചോദിച്ചില്ല. അവർ ചോദിച്ചത് അവരുടെ മനസ്സിനോടാ. അവിടെ ഇരുന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പം ചില ആളുകൾ ചിന്തിച്ചതുപോലെ ഈ പുള്ളി ഇനി എപ്പം നിർത്താനാ പരിപാടി എന്ന് ചിന്തിച്ചതുപോലെ അവരവിടെ ഇരുന്ന് ചിന്തിച്ചു. എന്തോ ചിന്തിച്ചു? ഇവൻ ഇതാരാ? അധികാരം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ തിരിച്ചറിഞ്ഞു. ദാറ്റ് മീൻസ് ഒരു പള്ളിയിൽ ഉണ്ടാകേണ്ടുന്ന ഏകാഗ്രത എവിടെ ഇല്ല? ഇപ്പോൾ ഈ വീട്ടിൽ ഇല്ല, അല്ലേ? 2.25 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഒരുമിച്ച് ആരാധിക്കാൻ നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്തൊക്കെ ചിന്തകളാണ് പോകുന്നത്? എന്തെല്ലാം നിരൂപണങ്ങളാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ ഹൃദയങ്ങളിലൂടെ എന്തെല്ലാം ചോദ്യങ്ങളാണ് നമ്മുടെ ചോദ്യങ്ങളിലൂടെ പോകുന്നത്? പലപ്പോഴും അതൊരു പ്രതിസന്ധിയായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. But we see, because of the determination of 4 people, because of the service of 4 people, that we see the church, the house here becomes like a church. It becomes a sacred place. It is not just a house. It becomes a holy ground for the people to come together and celebrate their faith with Jesus. അവിടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 2 പോയിന്റ് ഇനി പെട്ടെന്ന് 2 വാക്കുകളിൽ 2 സെന്റൻസുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. Faith in action, 8 hands, 1 heart, and a miracle unfolds. 8 കൈകൾ, പക്ഷേ ഒറ്റ മനസ്സ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. When 8 hands join together for the need of a person, there happens miracle. സെന്റ് പോൾസ് പള്ളി അത്ഭുതങ്ങളുടെ ഇടമായി മാറും. എപ്പോഴാ? when our hearts join together in worship. നിങ്ങൾ ഒരു മനസ്സോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നാൽ, ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ, ഒരു മനസ്സോടെ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നാൽ, തീർച്ചയായും ഇത് അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ ഇടമായി മാറും. അല്ലേ? നിങ്ങൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ഇത്ര വീട്ടുകാരാ, 10-30 ആളുകൾക്കൊക്കെ ഈ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിച്ചത്. എൻ്റെ ഇടയ്ക്ക് പാരയൊക്കെ ഉണ്ടായാലും some people, അല്ലേ, with a same heart, one heart, അല്ലേ, when join together the miracles happens. അതെന്നും സംഭവിക്കും. അതിന് തടസ്സമാകുന്നതിനെയൊക്കെ കളയാൻ സാധിക്കുമ്പോഴാണ് ആരാധന ഇടങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. Third thing, breaking barriers, the open roof for radical forgiveness. ഇതിൻ്റെ ചിന്തയൊന്നും കേട്ട് പേടിക്കണ്ട.
നല്ല ചിന്തയിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഈ തുറന്ന മേൽക്കൂര കാണുന്നത് ദ ഓപ്പൺനെസ് ഓഫ് സം പീപ്പിൾ, ദ ഓപ്പൺനെസ് ഓഫ് ജീസസ്, ദ ഓപ്പൺനെസ് ഓഫ് ഫോർഗീവ്നെസ്. ഇവിടെ ഇതാ ക്ഷമിക്കാൻ, പൊറുക്കാൻ യേശുവിൻ്റെ മനസ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പള്ളിയിൽ വന്നാൽ എന്ത് കിട്ടും? പള്ളിയിൽ വന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളുമായി നമ്മൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ പള്ളി വിട്ട് മടങ്ങിപ്പോകുമ്പോൾ നാം ശുദ്ധീകരണം പ്രാപിച്ചവരായി മടങ്ങിപ്പോകും. ഒരു കാര്യം മാത്രം, അവൻ്റെ ഉള്ളിലേക്ക് ആ മനസ്സോടെ നമുക്ക് വരാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ലോകത്തിൽ വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടാണെങ്കിൽ, റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, നമ്മുടെ ആരുടെയും യോഗ്യത നോക്കാതെ അവൻ വന്ന് ചൊരിഞ്ഞു തന്ന ആ വലിയ പാപത്തിൽ നിന്നുള്ള മോചനം, പാപക്ഷമ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഈ പള്ളിയിൽ വന്ന് ഏതെങ്കിലും പാപത്തിൻ്റെ ചിന്തയുമായി നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഒരു ബോധ്യത്തോടെ പോകണം. അതുകൊണ്ട് അല്പനിമിഷം കൂടെ കഴിയുമ്പോൾ കുമ്പസാരമുണ്ട്, അതിനോട് ചേർന്ന് പാപമോചനത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്. ഒരു തുറന്ന മനസ്സോടെ പോകാനായി സാധിക്കണം. കർത്താവേ, ഞാൻ പാപി എന്ന ചിന്തയോടെ ദേവാലയത്തിൽ വന്നെങ്കിലും നിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ എൻ്റെ പാപങ്ങളെ കാണുന്ന കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കർത്താവ് അവനോട് ആദ്യം പറഞ്ഞത് എന്ത്? പാപം മോചിച്ചിരിക്കുന്നു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. പാപവും രോഗവും തമ്മിൽ അവിടെ ബന്ധമുള്ളതായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അതിനോട് ചേർന്ന് അതിൻ്റെ അടയാളമായി സൗഖ്യം നൽകി അവനെ മടങ്ങിയിരിക്കുന്നു. ഈ ധ്യാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചപ്പോഴാണ് കർത്താവ് രോഗികളെയൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, എന്താണ്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. കാൽവരിയുടെ ക്രൂശിൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപത്തിൽ നിന്നുള്ള മോചനം, നമ്മുടെ ശരീരത്തിൽ സൗഖ്യം, ഇത് കർത്താവ് നൽകാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കുർബാന തരാൻ നേരത്ത് പറയുന്നത് എന്താണ്? ഫോർ ദ ഹീലിംഗ് ഓഫ് യുവർ ബോഡി ആൻഡ് സോൾ. ശരീരത്തിന്റെ സൗഖ്യത്തിന്, ആത്മാവിന്റെ സൗഖ്യത്തിന് ഇത് നൽകിയ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? ടുഡേ മൈ പ്രോബ്ലം വിൽ ബി സോൾവ്, ടുഡേ ഐ വിൽ ഗെറ്റ് ഹീൽനെസ്. ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകുമെന്ന ചിന്തയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. അതിനോട് ചേർന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാത്രം മേടിച്ചുകൊണ്ട് പോയാൽ പോരാ, പിന്നെന്തോടെ വേണം? പരസ്പരം ക്ഷമിക്കാൻ കൂടെ എനിക്ക് നിങ്ങൾക്കും സാധ്യമായിട്ട് തരണം. കർത്താവ് ക്ഷമിക്കുമെന്ന് ഉറപ്പ് ഇവൻ ചോദിച്ചിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടല്ല. മുമ്പേ ഇറങ്ങി വരുമ്പോൾ അവനോട് ആദ്യം പറയുന്നു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. He is there ready to forgive our sins, but only one thing he needs, that we have to forget and forgive the sins and debts of our brothers and sisters. നമ്മൾ ക്ഷമിക്കേണ്ടുന്നവരോട് നമുക്ക് ക്ഷമിക്കാനും സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ പാപക്ഷമയെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും ബോധ്യമുള്ളവരാകുകയും, ഒപ്പം ഇതാ നാം ക്ഷമിക്കേണ്ടുന്നവർ, നാം പൊറുക്കേണ്ടുന്നവർ ആരെങ്കിലും ഈ ആലയത്തിലുണ്ടെങ്കിൽ അവരോടൊന്ന് ക്ഷമയാചിച്ച് മടങ്ങിപ്പോകാനും നമുക്ക് സാധ്യമായി തീരട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാം.